ഒരിക്കൽ അർജുനൻ കൃഷ്ണനെ കാണാനായി ദ്വാരകയിലെത്തി. ആത്മമിത്രത്തെ കണ്ടതിൽ ഏറെ സന്തോഷവാനായ കൃഷ്ണൻ അർജുനനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പലവിധ കാര്യങ്ങളും ചർച്ച ചെയ്ത് കൊട്ടാരത്തിലിരിക്കവേ കൊട്ടാരവാതിൽക്കിൽ നിന്നൊരു ബഹളം കേട്ടു നോക്കിയപ്പോൾ സാധുവായ ഒരു ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. പൂർവ്വജന്മത്തിലെ കർമ്മഫലം കാരണം അദ്ദേഹത്തിന്റെ 8 കുട്ടികളും ബാല്യത്തിലേ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം കാത്തിരുന്നു പിറന്ന 9ാമത്തെ കുഞ്ഞ് കുറച്ചു മുൻപേ മരണപ്പെട്ടു. ദുഃഖം സഹിക്കാനാവാതെ ആ ബ്രാഹ്മണൻ കുഞ്ഞിന്റെ മൃതദേഹവുമായി ഉഗ്രസേന രാജാവിന്റെ കൊട്ടാരവാതിൽക്കിൽ എത്തിയതാണ്. സങ്കടവും നിരാശയും മൂലം മനോനില തെറ്റിയ അയാൾ ദ്വാരകയിലെ അധർമ്മം മൂലമാണ് തന്റെ കുട്ടികൾ മരിക്കുന്നതെന്നും മഹാനായ കൃഷ്ണൻ പോലും തന്നെ സഹായിക്കാൻ തയ്യാറാകുന്നില്ലെന്നും പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചു കരഞ്ഞു. കൃഷ്ണനെ നിന്ദിക്കുന്നത് അർജുനന് സഹിച്ചില്ല. എന്നാൽ ബ്രാഹ്മണന്റെ ദയനീയ സ്ഥിതി കണ്ട് മനസ്സിൽ വിഷമവും തോന്നി. അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, എന്തുകൊണ്ട് അങ്ങ് മൗനമായിരിക്കുന്നു? അങ്ങേക്ക് ഇദ്ദേഹത്തെ രക്ഷിച്ചുകൂടെ? അർജുനന്റെ ഈ ചോദ്യം കേട്ടതും കൃഷ്ണൻ ഒന്നും പ്രതികരിക്കാതെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നതേയുള്ളൂ. ഉടനെ ബ്രാഹ്മണന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന അർജുനൻ, അങ്ങ് ദുഃഖിക്കേണ്ട, ധൈര്യമായി പൊയ്ക്കോളൂ. അടുത്ത തവണ ജനിക്കുന്ന കുട്ടിയെ ഞാൻ ജീവനോടെ കാത്തു രക്ഷിച്ചുകൊള്ളാം. ഇത് അർജുനന്റെ വാക്കാണ് എന്ന് പറഞ്ഞു. ഇത് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീയിൽ ചാടി ജീവൻ ഒടുക്കും എന്നൊരു വലിയ ശപഥവും ചെയ്തു. തന്റെ ഗാണ്ഡീവത്തിന്റെയും അസ്ത്രവിദ്യയുടെയും ശക്തിയിലുള്ള അമിതമായ അഹങ്കാരം കൊണ്ടാണ് ബലരാമൻ, കൃഷ്ണൻ എന്നിവർ നോക്കിയിരിക്കെ രാജസദസ്സിൽ വെച്ച് അർജുനൻ ഈ പ്രതിജ്ഞ എടുത്തത്. ബ്രാഹ്മണ പത്നി 10ാമതും ഗർഭിണിയായി. പ്രസവ സമയം അടുത്തു. അർജുനൻ പ്രസവമുറിക്ക് ചുറ്റും തന്റെ അമ്പുകൾ കൊണ്ട് ഒരു ശക്തമായ ശരക്കൂട് നിർമ്മിച്ചു. യമധർമ്മന് പോലും ഉള്ളിൽ കടക്കാൻ കഴിയില്ലെന്ന് അർജുനൻ വിശ്വസിച്ചു. എന്നാൽ പ്രസവ സമയം കഴിഞ്ഞയുടനെ കുട്ടി മരണമടഞ്ഞു. ഇത് കണ്ടതും ബ്രാഹ്മണൻ അർജുനനെ കഠിനമായി പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. അർജുനനാകട്ടെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ജീവിപ്പിക്കണമെന്ന് ഉറപ്പിച്ച് സഹായത്തിനായി ഇന്ദ്രനെയും യമനെയും സമീപിച്ചു. പക്ഷേ അവർക്കും ഒന്നും ചെയ്യാനായില്ല. തന്റെ വാക്ക് പാലിക്കാൻ കഴിയാതെ നിരാശനായ അർജുനൻ ഒടുവിൽ അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. ഉടനെ ശ്രീകൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് അർജുനനെ തടഞ്ഞു. അർജുനന്റെ അഹങ്കാരം മാറട്ടെ എന്ന് കരുതിയായിരുന്നു ഇത്രയും സമയം കൃഷ്ണൻ ഇടപെടാതെയിരുന്നത്. അർജുനനെ സമാധാനിപ്പിച്ച കൃഷ്ണൻ തുടർന്ന് അർജുനനെയും കൂട്ടി തന്റെ ദിവ്യമായ രഥത്തിൽ യാത്ര തിരിച്ചു. അവർ ഇരുളടഞ്ഞ ലോകങ്ങളും പ്രപഞ്ചത്തിന്റെ അതിരുകളും കടന്ന് ഒടുവിൽ പരമപദമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അവിടെ അനന്തശയനത്തിൽ പള്ളികൊള്ളുന്ന ആദിനാരായണനെ അവർ ദർശിച്ചു. ബ്രാഹ്മണന്റെ മരിച്ചുപോയ 10 കുട്ടികളും വിഷ്ണു ഭഗവാന്റെ അരികിൽ കളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കൃഷ്ണനെയും അർജുനനെയും നേരിൽ കാണാൻ വേണ്ടിയാണ് ഭഗവാൻ വിഷ്ണു ആ കുട്ടികളെ വൈകുണ്ഠത്തിലേക്ക് വരുത്തിയത്. മഹാവിഷ്ണു ആ 10 കുട്ടികളെയും ശ്രീകൃഷ്ണന് കൈമാറി അനുഗ്രഹിച്ചു. കൃഷ്ണനും അർജുനനും കുട്ടികളെയും എടുത്ത് ദ്വാരകയിൽ തിരിച്ചെത്തുകയും കുട്ടികളെ ബ്രാഹ്മണനെ ഏൽപ്പിക്കുകയും ചെയ്തു. തന്റെ ഗാണ്ഡീവ ബലത്തേക്കാൾ വലുത് ഭഗവാന്റെ കാരുണ്യമാണെന്ന് ഇതോടെ അർജുനൻ തിരിച്ചറിഞ്ഞു. പരീക്ഷണങ്ങൾ പലതും ഉണ്ടായേക്കാമെങ്കിലും തന്നെ ശരണമടഞ്ഞവരെ കൃഷ്ണൻ ഒരിക്കലും കൈവിടില്ല എന്ന സന്ദേശമാണ് സന്താന ഗോപാലം എന്ന ഈ കഥയിലൂടെ പൂന്താനം ഭക്തർക്ക് പകർന്നു നൽകുന്നത്.